ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ 30ഓളം വീടുകൾ വെള്ളത്തിൽ. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ചീനവള നശിച്ചു. അരിമ്പൂർ കോൾപ്പാട ശേഖരത്തിൽ മിന്നൽ ചുഴലി. പമ്പ് ഹൌസ് തകർന്നു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന 1957 നമ്പർ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. നാമനിർദ്ദേശ പത്രിക ജൂൺ 2 വരെ സമർപ്പിക്കാം. NDAയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പഴയന്നൂർ വടക്കേത്തറ ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിന് മുന്നിൽ മരം വീണ് താഴികക്കുടം തകർന്നു. ചേളക്കോട് എളുത്തിപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും തേക്കുമരം വൈദ്യുതി ലൈനിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിന് സമീപമുള്ള സർക്കാർ മൃഗാശുപത്രിയിലെ മരമാണ് കാറ്റിൽ വീണത്. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. കുറ്റിക്കാട്ട് തോമസിന്റെ ഇരുനില വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടുപറമ്പിലെ തെങ്ങ് കാറ്റിൽ കടമുറിഞ്ഞ് വീഴുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിലെ ഓടുകൾ തകർന്നിട്ടുണ്ട്. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. വീടുകളിലേക്ക് കടൽ വെള്ളം അടിച്ചുകയറി. മാലൂട്ടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കക്കടവ് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. മാലൂട്ടി വളവ് കുറുപ്പത്ത് ബദറു, മൂസ റോഡ് പുതുവീട്ടിൽ ബീരുമോൻ എന്നിവരുടെ വീടുകളിലേക്ക് വെള്ളം അടിച്ചുകയറി. വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. കടൽ ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽ വെള്ളം വീടുകളിലേക്ക് അടിച്ചുകയറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ചു. ചാവക്കാട് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് കടൽക്ഷോഭത്തെ തുടർന്ന് മുങ്ങി. ബീച്ചിലെ താൽക്കാലിക കടകൾ, കാർണിവൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിലായി. വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാനുണ്ടാക്കിയ ചാലിലൂടെയാണ് വെള്ളം ഇരച്ചു കയറിയത്. കടൽക്ഷോഭത്തെ തുടർന്ന് ചാവക്കാട് ബീച്ചിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സന്ദർശകരെ അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. കനത്ത മഴയിൽ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി. 30ഓളം വീടുകൾ വെള്ളത്തിൽ. തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത്. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായി. സാധാരണ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കാത്തത് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി. ബൈപ്പാസിന് സമീപത്തെ വീടുകളും വെള്ളത്തിലാണ്. കാളക്കൂടത്ത് ആനന്ദന്റെ വീടിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പപ്പടം നഗറിലേക്കുള്ള റോഡും വെള്ളം കയറി കിടക്കുവാണ്. ഈ പരിസരത്ത് 30ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. മഴ തുടർന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനും വരുന്നില്ല, ആരും നമ്മൾ പരാതി പറഞ്ഞും വരുന്നില്ല, മെമ്പറായിട്ടും വരുന്നില്ല, ആരായിട്ടും വരുന്നില്ല. ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. പ്രസവിച്ച് 35-20 ദിവസമായിട്ട് ഈ ആളും കൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകേണ്ടത്? TCV ന്യൂസ്, കയ്പമംഗലം. മറ്റത്തൂർ 3 മുറി ചേലക്കാട്ടുകരയിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന് ഭാഗികമായി കേടുപറ്റി. അടാട്ട് വിശ്വനാഥന്റെ വീടിനാണ് കേടുപറ്റിയത്. മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് കാറ്റിൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശത്തെ ഷീറ്റുമേഞ്ഞ നടപ്പുര ഭാഗികമായി തകർന്നു. കാട്ടൂർ പൊഞ്ഞനത്ത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്നു. കാട്ടൂർ പൊഞ്ഞനം രാജീവ് ഗാന്ധി കോളനിയിലാണ് മരം വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നത്. ഒടിഞ്ഞ വൈദ്യുതി പോസ്റ്റ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. രാജീവ് ഗാന്ധി കോളനി സ്വദേശി കോപ്പുള്ളി വീട്ടിൽ ഓമന വാസുവിന്റെ വീടാണ് കേടുപാടുകൾ പറ്റിയത്. നോർത്ത് ചാലക്കുടിയിൽ കാറ്റിലും മഴയിലും മരം വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപത്തെ കനാൽ റോഡിലാണ് 6 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണത്. ജലസേചന വകുപ്പിന്റെ പരിധിയിലുള്ള കൂറ്റൻ കൊന്നമരമാണ് ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. കനത്ത മഴയിലും കാറ്റിലും മനക്കൊടി പുള്ള് റോഡിലെ മരം കടപുഴകി തോട്ടിലേക്ക് വീണു.
വശമിടിഞ്ഞതോടെ റോഡ് തകർച്ചാ ഭീഷണിയിൽ. റോഡരികിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് വീണത്. ഇതുമൂലം കനാലിനോട് ചേർന്ന റോഡിന്റെ അരികുഭാഗം തകർന്ന് കനാലിലേക്ക് വീണു. മഴക്കാലത്ത് തോട്ടിൽ നിന്ന് റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകുന്ന സ്ഥലമാണിത്. മഴ ശക്തമാകുമ്പോൾ തോട്ടിൽ നിറയുന്ന വെള്ളം ശക്തിയായി ഇരച്ചു കയറി റോഡ് തള്ളിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇറിഗേഷൻ കനാലിലെ ജലനിരപ്പിന് താഴെയായാണ് റോഡെന്നതിനാൽ വേനൽ മഴയിൽ പോലും കനാലിൽ നിന്നും റോഡ് കവിഞ്ഞ് വെള്ളമെത്തി മറുവശത്തെ കോൾപ്പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കുന്ന പതിവുണ്ട്. കഴിഞ്ഞ 5 വർഷമായി പ്രശ്നപരിഹാരം തേടി കർഷകർ അധികൃതരെ നിരന്തരം സമീപിച്ചുവെങ്കിലും ഇതുവരെയും റോഡ് ഉയർത്തി പ്രശ്നപരിഹാരത്തിനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം കെ രാഗേഷ് പറഞ്ഞു. ഈ മനക്കുടി പുള്ളി റോഡ് ഈ കാലവർഷം വരുമ്പോൾ വലിയ പ്രതിസന്ധി നേരിടാണ് ഇതിലെ പോകുന്ന യാത്രക്കാർ. ഇപ്പോൾ 5 വർഷമായിട്ട് നിരന്തരം ഈ ഇറിഗേഷൻ കനാലിൽ നിന്ന് PWD റോഡിലേക്ക് വെള്ളം കവർ ചെയ്ത് യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം 5 വർഷമായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ കാലവർഷം വരുമ്പോൾ വീണ്ടും ഒരു ദുരിതത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. നമ്മുടെ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇറിഗേഷൻ കനാലിലേക്ക് വീണ മരം അടിയന്തരമായി മുറിച്ചു മാറ്റി വെള്ളമൊഴുക്കിന്റെ തടസ്സം മാറ്റണമെന്നും തകർന്ന റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ 2ാമത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തി. എറിയാട് കൊട്ടിക്കൽ ഓട്ടറാട്ട് 53 വയസ്സുള്ള പ്രദീപിന്റെ മൃതദേഹമാണ് പടിഞ്ഞാറെ വെമ്പല്ലൂർ കടപ്പുറത്ത് അടിഞ്ഞത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ കാണാതായിരുന്ന പാലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മനക്കുടി ആശാരിമൂലയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന വയോധികയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓടുതലയിൽ വീണ് മകന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3:45 തെങ്ങ് വീണത്. കയ്പമംഗലം വീട്ടിൽ കമല, മകൻ ഷിജു എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും അയൽവാസിയുടെ പറമ്പിലെ തെങ്ങാണ് ഇവരുടെ വീടിന് മുകളിൽ വന്നു വീണത്. പട്ടികയും ഓടും തെറിച്ചു വീണാണ് ഷിജുവിന് പരിക്കേറ്റത്. തെങ്ങ് വീണു, പരിക്ക് പറ്റി. സൗണ്ട് കേട്ട് അമ്മാന്ന് വിളിച്ചു. ഷിജുവിന്റെ അമ്മ കമല പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവരെ താൽക്കാലികമായി ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ വീശിയ ശക്തമായ കാറ്റിന്റെ ഭാഗമായി തെങ്ങ് കടപുഴകി കയ്പമംഗലത്ത് വീട്ടിൽ കമല എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടിന് മുകളിലേക്ക് വീണ് വീട് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവിച്ചില്ല, വ്യക്തികൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഷിജു എന്ന് പറഞ്ഞ കമല ചേച്ചിയുടെ മകന്റെ തലയിലേക്ക് ഓട് വീണ് ചെറിയ പരിക്കുകളുണ്ട്. ഇനി ഉള്ള കാര്യം വെച്ചാൽ അവർക്ക് താമസയോഗ്യമല്ല വീട്, കാരണം പൂർണ്ണമായും ആ വീട് നശിച്ചു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു, ചീനവല നശിച്ചു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലാണ് നാശനഷ്ടം ഉണ്ടായത്. ബീച്ചിൽ കച്ചവടം നടത്തുന്ന 10ലധികം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു. ഊർക്കോലിൽ സുരേഷിന്റെ ചായക്കട കാറ്റിൽ പൂർണ്ണമായും തകർന്നു. ബീച്ചിലുള്ള കടകളെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ മുനക്കല് ചന്ദ്രൻ എന്ന ആളുടെ ചീനവല നാമവിശേഷമായി. ഇവിടങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചു. മുനക്കൽ ബീച്ചിൽ അഴീക്കോട് സ്വദേശി മടത്തിപ്പറമ്പിൽ ചന്ദ്രന്റെ ചീനവല പാടെ തകർന്നു. സംഭവ സമയത്ത് പണിയെടുത്തിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ബീച്ചിലെ കച്ചവടം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്നവർ അപകടത്തെ തുടർന്ന് നിരാശരായ അവസ്ഥയിലാണ്. നാശനഷ്ടം സംഭവിച്ചവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. E.T. ടൈസൺ MLA സംഭവസ്ഥലം സന്ദർശിച്ചു. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
അരിമ്പൂർ കോൾപ്പാടശേഖരത്തിൽ മിന്നൽ ചുഴലി. പമ്പ് ഹൌസ് തകർന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. ട്രസ് വർക്ക് ചെയ്ത ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിച്ചു. 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്കാണ് നാശമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മേൽക്കൂരയിലെ ആസ്പെറ്റോസ് ഇളകിത്തെറിച്ചു. ഇരുമ്പ് ഫ്രെയിമുകൾ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറി വീഴുന്ന സ്ഥിതിയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 10:30 അതിശക്തമായ കാറ്റിൽ മിന്നൽ ചുഴലിയിൽ അരിമ്പൂർ പാടശേഖരത്തിലെ തോട്ടുപുര പടവിൽ 100 ഏക്കർ വിസ്തൃതിയുള്ള പടവാണ് തോട്ടുപുര പടവ്. അവിടുത്തെ ഏക മോട്ടോർ ഹൗസിലെ റൂഫാണ്, മേൽക്കൂരയാണ് പറന്ന് തെറിച്ചു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് മിന്നൽ ചുഴലിയിൽ. അതിന്റെ അവിടുത്തെ ആസ്പെറ്റോസ് ഷീറ്റ്, റൂഫിലെ ആസ്പെറ്റോസ് ഷീറ്റ് 50 മീറ്ററോളം ദൂരേക്കാണ് പറന്നു വീണത്. അതുപോലെ തന്നെ ആസ്പെറ്റോസ് ഷീറ്റ് ഉറപ്പിച്ചിരുന്ന ഇരുമ്പ് ഫ്രെയിം ഇളകിത്തെറിച്ച് പാടത്തേക്ക് വീഴുകയും അതുപോലെ തന്നെ ഈ ഇരുമ്പ് ഫ്രെയിം ഉറപ്പിച്ചിരുന്ന 3 കോൺക്രീറ്റ് തൂണുകൾ പറിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. പറിച്ചെറിഞ്ഞ് അവ മോട്ടോർ ഹൗസിന് ഉള്ളിലുള്ള സബ്മേഴ്സിബിൾ പമ്പിന്റെ മുകളിലേക്കാണ് വീണിരിക്കുന്നത്. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിയിലാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഉടൻ തന്നെ അടുത്ത് ഉണ്ടായിരുന്ന കർഷകർ ഓടിയെത്തിയാണ് ഈ സ്ഥിതി വിവരങ്ങൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കുകയും അതിന് പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തത്. അഗസ്റ്റിൻ, ജില്ലയിൽ ഇപ്പോൾ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാറ്റ് മൂലം മഴയേക്കാൾ കൂടുതൽ പ്രതിസന്ധിയായിരിക്കുന്നത് കാറ്റാണ്. സാധാരണ പതിവില്ലാത്ത രീതിയിലാണ് ഇത്തവണ കാറ്റ് വീശുന്നത്. മാത്രമല്ല, കാറ്റ് വീശുമ്പോഴേക്കും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ കടപുഴകി വീഴുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ഇന്ന് തന്നെ പുലർച്ചെ 3:45 മനക്കുടിയിൽ ഒരു വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുന്ന സംഭവം ഉണ്ടായി. ഇന്ന് തന്നെ പുള്ളു മനക്കുടി റോഡിൽ നിന്നിരുന്ന മരം കടപുഴകി തോട്ടിലേക്ക് വീണതിനെ തുടർന്ന് റോഡ് ഭാഗികമായി തകരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ആ റോഡ് തന്നെ മഴ കൂടിയാൽ, മഴ ശക്തമാകുന്ന പക്ഷം തള്ളിപ്പോകുമെന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഏതാനും ദിവസം മുമ്പ്, കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് തൃശ്ശൂർ നഗരത്തിൽ തന്നെ ശക്തമായ കാറ്റ് വീശി MO റോഡിലെ കോർപ്പറേഷൻ മന്ദിരത്തിലെ റൂഫും അതുപോലെ തന്നെ MG റോഡിലും റൂഫ് പറന്ന് താഴേക്ക് വീഴുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായതായി നമുക്കറിയാം. ജില്ലയിലെ ഈ കാറ്റ് അതിശക്തമായി ഇപ്പോ അല്പനേരം മുമ്പ് തൃശ്ശൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ പെയ്ത കനത്ത മഴയും കാറ്റും ഇതേപോലെ തന്നെ സംഭീതി സൃഷ്ടിച്ചിരുന്നു. ഈ കാറ്റിന്റെ പ്രത്യേകത, കാറ്റ് ഇത്തവണ കൂടാൻ എന്താണ് കാരണമെന്നതിനെ പറ്റി അജ്ഞരാണ് എല്ലാവരും. സാധാരണയിൽ വിട്ടുള്ള കാറ്റ് ദുരന്തങ്ങളാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരി അഗസ്റ്റിൻ, അരിമ്പൂർ കോൾപ്പാടശേഖരത്തിൽ മിന്നൽ ചുഴലി, പമ്പ് ഹൌസ് തകർന്നു. വിവരങ്ങൾ നൽകിയത് അഗസ്റ്റിനാണ്. മറ്റു വാർത്തകളിലേക്ക്. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ലോക്കോ പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. TRD സംഘം എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19-നാണ് ഉപതിരഞ്ഞെടുപ്പ്. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗസറ്റ് വിജ്ഞാപനം നാളെ ഇറങ്ങും. ജൂൺ 2-നാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-നാണ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നേരത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്ത് നൽകിയിരുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ പറഞ്ഞു. പാർട്ടി കോർ കമ്മിറ്റിയും NDA യോഗവും ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് വരാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. വികസനം തന്നെയാണ് ഇവിടെയും BJP മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ ജനം നടത്തും. ഇതുകൊണ്ടാണ് നിലമ്പൂരിൽ ഈ ഇലക്ഷൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് LDFന്റെ ഒരു MLA LDFിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ രാജിവെച്ചത്. 6 മാസം മാത്രമല്ലേ ഉള്ളൂ ഈ ബൈ ഇലക്ഷൻ്റെ ടേം.
അപ്പോൾ ഇതെല്ലാം വിചാരിച്ച് നമ്മൾ തീരുമാനിക്കും. ഇന്നൊരു BJPൻ്റെ കോറിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് NDAൻ്റെ ഒരു മീറ്റിംഗ് നടക്കും, അത് കഴിഞ്ഞ് തീരുമാനം. മൊത്തം കേരളയിൽ വികസനത്തിനെ കുറിച്ച് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാലോ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു. ഇവിടെ ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM എന്ത് ചെയ്തു. അതിന് മുന്നേ കോൺഗ്രസിന് അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു എല്ലാവർക്കും അറിയാം. ദേശീയപാത തകർന്ന വിഷയത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. വിഷയത്തിൽ വീഴ്ച പറ്റിയത് ആർക്കാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻക്വയറി കമ്മിറ്റി ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? അത് ക്വാളിറ്റി ആണോ, കോൺട്രാക്ട് ചെയ്ത തെറ്റാണോ, അത് സർവേയിൽ മാറ്റം കൊണ്ടുവന്ന കാരണമാണോ? ഇതെല്ലാം എൻക്വയറി കമ്മിറ്റി നോക്കട്ടെ. NHAI ഈ നാട്ടിലും എത്രയോ ലക്ഷം കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ്. അത് ഗ്ലോബൽ ക്വാളിറ്റിയിൽ ചെയ്ത പണിയും കാര്യങ്ങളും ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ നടന്നു അവർ അത് ഒരു എൻക്വയറി നടക്കും, അത് തീരുമാനിക്കും. ദേശീയ നിർവാഹക സമിതി അംഗം KV ശ്രീധരൻ മാസ്റ്ററുടെ ചെമ്പൂക്കാവിലെ വസതിയിലിരുന്ന് കണ്ട ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ വളർച്ചയുടെ ഘട്ടത്തിലെത്തിയെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ നഗര ജനകീയാരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷെനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, A സായിനാഥൻ, ശൈലജ സുധൻ, AM ഷെഫീർ, വാർഡ് കൗൺസിലർ സിന്ധു ഉണ്ണി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെൽനസ് സെന്റർ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ളത്. വെൽനസ് സെന്റർ ഈ ചൂൽപ്പുറം പ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവച്ചുകൊണ്ട് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിച്ചു. പഴയന്നൂരിൽ ഇരുമ്പ് തോട്ടിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. പഴയന്നൂർ വടക്കേത്തറ നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് മരിച്ചത്. വീട്ടിലെ കുഴൽക്കിണറിലെ മോട്ടോറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂരിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക കൗൺസിലിന്റെ സമാപനത്തോടനുബന്ധിച്ച് വിഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന വിഷൻ കോൺക്ലേവ് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ജാദവ് പ്രതാപ് റാവു ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PC സൂരജ്, ഡോക്ടർ സഞ്ജീവ് കുമാർ, ഡോക്ടർ VJ സെബി, ഡോക്ടർ മനോജ് കലൂർ, ഡോക്ടർ I ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ജിജു രാജ്, ഡോക്ടർ KC അജിത് കുമാർ തുടങ്ങിയവർ കോൺക്ലേവിൽ വിഷയാവതരണം നടത്തി. തുടരും സിനിമയിലൂടെ വൈറലായ കാട്ടാനകളുടെ ചിത്രം കോടാലി സ്വദേശിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ കളിമണ്ണിൽ പുനർസൃഷ്ടിച്ചത് ആകർഷകമായി. ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ പുൽമേട്ടിൽ കിടന്നുറങ്ങുന്ന ആനക്കുടുംബത്തിന്റെ ചിത്രം ധനു പരൺ, പ്രവീൺ ഷൺമുഖാനന്ദൻ എന്നിവർ ചേർന്നാണ് ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയത്. തുടരും സിനിമയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ ചിത്രം കൂടുതൽ വൈറലായി മാറുകയായിരുന്നു. ആനപ്രേമി കൂടിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ ഈ ചിത്രത്തിന് കളിമണ്ണ് ഉപയോഗിച്ച് ശില്പഭാഷ്യം തീർക്കുകയായിരുന്നു. ചലിക്കുന്ന ആനകൾക്ക് രൂപം നൽകി ശ്രദ്ധേയനായിട്ടുള്ള കലാകാരൻ കൂടിയാണ് നികേഷ്. TCV കൊടകര. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FSSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരപ്പിൽ താഴം MCF-ൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ,
നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈതാലിക്കുട്ടി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റിക് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചിലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടന പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. CITU നിയന്ത്രണത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയന്റെ കൊടകര പ്രൊജക്ട് സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. CG പ്രദീപ് അധ്യക്ഷയായിരുന്നു. യൂണിയൻ സെക്രട്ടറി UG വാസന്തി, ജില്ലാ സെക്രട്ടറി MS പ്രേമലത, CITU ഏരിയ ട്രഷറർ PC ഉമേഷ്, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ, ഗ്രീഷ അനിലൻ, KC ബിന്ദു, PA അനിത എന്നിവർ സംസാരിച്ചു. നാട്ടുകാരും വീട്ടുകാരുമായി എന്നും സ്നേഹവും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്ന അവരിലൊരുവനായ ഡോക്ടർ വർഗീസ് ചെക്കാളിക്കൽ ഇനി ആർച്ച് ബിഷപ്പ്. ഇടവകയുടെ അൽത്താര ബാലനായിരുന്ന വർഗീസ് ചെക്കാളിക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി മാള പള്ളിപ്പുറം ചെക്കാളിക്കൽ കുടുംബാംഗമായ വർഗീസ് ചെക്കാളിക്കൽ ഞായറാഴ്ചയാണ് ചുമതലയേറ്റത്. വഖഫ് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കപ്പുറം ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശത്തിനും മതവിശ്വാസത്തിനും മതസ്വാതന്ത്ര്യം എതിരാണെന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിനെ എതിർക്കുന്നതെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ P നസീർ പറഞ്ഞു. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി നിയമം സംബന്ധിച്ച് ശക്തൻ MICയിൽ സംഘടിപ്പിച്ച മുസ്ലിം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിം സമുദായത്തിനെ അവമതിപ്പുണ്ടാക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളാണ് മുത്തലാഖ് വഖഫ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഈ രാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ മുഴുവൻ ദുരന്തഫലവും അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണെന്നും ഡോക്ടർ P നസീർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KR നസീബുള്ള അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മൈനോറിറ്റി മുൻ ചെയർമാൻ KK കൊച്ചു മുഹമ്മദ്, MA ദിൽഷാദ്, ഗഫൂർ T മുഹമ്മദ്, ഷെരീഫ് ദാരിമി, TS നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി എഴുത്തിനെഴുത്ത് ചടങ്ങ് നടത്തി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അഡ്വിൻ നൈനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളി, ഡീക്കൻ ആശിഷ് പെരുമ്പുഴയിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവി പടിക്കല, വർഗീസ് പള്ളിപ്പുറത്തുകാരൻ, എഡിസൺ പാലിയേക്കര, EJ ആന്റണി, ഫ്രാൻസിസ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം വിരമിക്കുന്ന KRFB ടീം ലീഡർ KA ജയയ്ക്ക് സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. KRFB പ്രൊജക്ട് ഡയറക്ടർ KD അശോക് കുമാർ, ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർ SB ദീപു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഷിബു, കൃഷ്ണരാജ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ, തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ കലശവും സഹസ്ര കലശാഭിഷേകവും തുടരുന്നു. ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, തത്വകലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് അധിവാസ ഹോമം, മുളപൂജ, അത്താഴപൂജ എന്നിവ നടക്കും. തളി നെഹ്റു സ്മാരക വായനശാലയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സംഗമം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. K ചിത്രലേഖ എഴുതിയ കവിതാ സമാഹാരം പാട്ടുപൂക്കുന്നിടം MP രുക്മിണി പ്രകാശന കർമ്മം നിർവഹിച്ചു. മേധ സുരേഷ്, അനഘ മനോജ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീമ ബാബു, C വിജയലക്ഷ്മി,
MP പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് തോളൂർ മണ്ഡലം 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ കുടുംബം കൂടുമ്പോൾ ഇമ്പം അല്ലേ? നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ എല്ലാവരും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോയി വാഗയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ കൊട്ടിലിക്കൽ, തോളൂർ മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോർജ് കുത്തൂർ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന വാർഡംഗങ്ങളെ ആദരിക്കൽ, നാഗ്പൂരിൽ നടന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ എറിൻ റോസിനെയും SSLC +2 പരീക്ഷകളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തിയാക്കിയ വാർഡിലെ തൊഴിലാളികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിക്കു കീഴിലെ മോർ ഇഗ്നാറ്റിയോസ് ന്യൂറോനോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, ഓർത്തോ, ഓഡിയോളജി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. വികാരി ഫാദർ KT യാക്കോബ്, കോർഡിനേറ്റർ ബേസിൽ ജോയ് പാട്ടുള്ളിൽ, ബേസിൽ ബെന്നി, ജെഫിൻ ജേക്കബ്, KS സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. പഞ്ചഗുസ്തിയിൽ തുടർച്ചയായി 15ാം തവണയും ദേശീയ ചാമ്പ്യനായ പോൾദാസ്. ബാംഗ്ലൂരുവിൽ നടന്ന 5ാമത് അഖിലേന്ത്യാ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക സ്വർണ്ണ മെഡൽ നേടി. 70 കിലോ വിഭാഗത്തിലാണ് പോൾദാസ് ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യനായത്. വർഷങ്ങളായി ആം റെസ്ലിംഗ് രംഗത്തുള്ള പോൾദാസ് ഇത് 15ാം തവണയാണ് ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടുന്നത്. അസർബൈജാനിൽ നടക്കാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് പോൾദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം മുൻപ് ചൈനയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും പോൾദാസ് പങ്കെടുത്തിരുന്നു. പെരിങ്ങോട്ടുകര കിഴക്കുമുറി SNDP ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് ജയദേവൻ കുരുമ്പേ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് സരിത സജീവൻ പ്രതിഭകളെ ആദരിച്ചു. യോഗത്തിൽ സെക്രട്ടറി രാജൻ തീയാടി, ശാഖാ വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത് കരിപ്പാറ, വനിതാ സംഘം പ്രസിഡന്റ് അരുണ ജനാർദ്ദനൻ, സെക്രട്ടറി ലലന രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സെക്രട്ടറി MS പ്രമീളയ്ക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, പഞ്ചായത്ത് അംഗം ഷൈജ ഷാനവാസ്, ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടിക്കൽ ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. മുട്ടിക്കൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CR രജിത ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PM സജി, കമ്മിറ്റി സെക്രട്ടറി സുധീഷ്, ട്രഷറർ ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ 30ഓളം വീടുകൾ വെള്ളത്തിൽ. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ചീനവല നശിച്ചു. അരിമ്പൂർ കോൾപ്പാടശേഖരത്തിൽ മിന്നൽ ചുഴലി. പമ്പ് ഹൌസ് തകർന്നു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന 1957 നമ്പർ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. നാമനിർദ്ദേശ പത്രിക ജൂൺ 2 വരെ സമർപ്പിക്കാം. NDAയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.